അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, നമ്മൾ ഒരു പുതുവത്സരത്തിൻ്റെ പടിവാതിലിലാണുള്ളത്. തീർച്ചയായും 2024 നമ്മളിൽ നിന്ന് ഓർമ്മയായി മാഞ്ഞു പോകുന്ന അവസരമാണ്. നമ്മളുടെ ജീവിതം തീർച്ചയായും അതിൻ്റെ കണക്കെടുപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നുണ്ട് എന്നതു തന്നെയാണ് ഖുർആനും പ്രവാചകാധ്യാപനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആൻ സൂറത്തുൽ ഹശറിൻ്റെ 18-ാമത്തെ ആയത്തിലൂടെ നമ്മളോട് ഏവരോടും ആലോചിക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസി സമൂഹമേ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുക. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്, നാളേക്കു വേണ്ടി എന്തൊരുക്കി വെച്ചു എന്നതിനെപ്പറ്റി നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക എന്ന് ഖുർആൻ നമ്മളോട് പറയാണ്. നാളെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മരണത്തിനു ശേഷമുള്ള നമ്മളുടെ ഹിസാബിൻ്റെയും ജസാഇൻ്റെയും വിചാരണയുടെയും അതുപോലെ തന്നെ പ്രതിഫലത്തിൻ്റെയും ലോകം. ആ ലോകത്തിനു വേണ്ടി നമ്മൾ എന്താണ് ഒരുക്കി വെച്ചത് എന്നതിനെപ്പറ്റി ആലോചിക്കുവാൻ ഖുർആൻ പറയുന്നു. എന്നിട്ട് പറയാണ് വത്തഖുല്ലാഹ്, വീണ്ടും പറയാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി സസൂക്ഷ്മം അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന് ഖുർആൻ നമ്മളോട് പറയാം. തീർച്ചയായും ഈ 2024 നമുക്ക് അനുകൂലമായിട്ടായിരിക്കുമോ അതോ പ്രതികൂലമായിട്ടായിരിക്കുമോ സാക്ഷിയാവുക എന്നതിനെപ്പറ്റി നാം ആലോചിക്കേണ്ടതില്ലേ? അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വർഷത്തിൽ, ഈ കൊഴിഞ്ഞു പോകുന്ന വർഷത്തിൽ നന്മയാണോ നമുക്ക് കൂടുതലുള്ളത് അതല്ല തിന്മയാണോ ഉള്ളത് എന്നതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ട സമയമല്ലേ? ഖുർആൻ നമ്മളോട് പറയാണ്, നാളേക്ക് വേണ്ടി, പരലോകത്തിനു വേണ്ടി, നമ്മളുടെ മരണാനന്തര ജീവിതത്തിനു വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക എന്ന് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഏവരോടും പറഞ്ഞു തന്ന വളരെ സവിശേഷമായ, നമുക്കൊക്കെ അറിയുന്ന ഒരു ഹദീസ്, ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പറഞ്ഞു തരാണ്, ഒരു മനുഷ്യന്റെയും ഒരു കാല് പോലും മുന്നോട്ട് വെക്കുകയില്ല. അവനോട് അവന്റെ ജീവിതം, അവന്റെ ആയുസ് എങ്ങനെയാണ് ചിലവഴിച്ചത് എന്ന് ചോദിക്കാതെ അവന്റെ ഒരു കാൽവെപ്പ് പോലും മുന്നോട്ട് പോവുകയില്ല എന്ന് നമ്മളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മുടെ ജീവിതം, ഈ ജീവിതം എങ്ങനെയാണ് ചിലവഴിച്ചത് എന്ന അള്ളാഹുവിന്റെ ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയണം. ഈ ആയുസ് ലഭിച്ചിട്ട്, ഈ ജീവിതം ലഭിച്ചിട്ട് അത് എങ്ങനെ ചിലവഴിച്ചു എന്ന ചോദ്യത്തിന് നമുക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളുടെ കാല് മുന്നോട്ട് വെക്കാൻ നമുക്ക് കഴിയൂല. അറിവ്, വിജ്ഞാനം, അതുകൊണ്ട് എന്തു ചെയ്തു? അറിവ് പഠിക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ആ പഠിച്ച അറിവ് അതുകൊണ്ട് എന്ത് ചെയ്തു? അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുവാൻ തയ്യാറായോ? ആ അറിവ് കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായോ? അതല്ല അതിനെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചോ? എന്താണ് ഇൽമു കൊണ്ട് ചെയ്തത് എന്നതിന് അവിടെ ഉത്തരം പറയേണ്ടി വരും. നമ്മളുടെ സമ്പത്തിനു വേണ്ടിയാണല്ലോ മനുഷ്യൻ ജീവിക്കുന്നത്. ചില ആളുകളുടെയൊക്കെ അവരുടെ ജീവിതം മുഴുവൻ കുടുംബത്തിനു വേണ്ടി, വീടിനു വേണ്ടി, വാഹനത്തിനു വേണ്ടി, ബിസിനസ് സാമ്രാജ്യങ്ങളെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ജീവിതം മുഴുവൻ ഒരു പണമുണ്ടാക്കുന്ന മെഷീന് പോലെ ആക്കുന്ന ആളുകൾ. പക്ഷെ അള്ളാഹു ചോദിക്കാണ്, അള്ളാഹുവിന്റെ ചോദ്യം ഉണ്ടാകും, നമ്മളുടെ സമ്പത്ത് മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്നാണ് സമ്പാദിച്ചത്? ഹലാലായ മാർഗമാണോ ഹറാമായ വഴിയാണോ? അതുപോലെ തന്നെ വഫീമാ അൻഫഖഹു, അതിനെ എവിടെയാണ് ചിലവഴിച്ചത്? നന്മയുടെ കാര്യത്തിനാണോ ചിലവഴിച്ചത്? തിന്മയുടെ കാര്യത്തിനാണോ ചിലവഴിച്ചത്? എന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചോദിക്കും എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയാണ്. നമ്മൾ
നമ്മളുടെ കച്ചവടത്തിന്റെ കണക്കെടുക്കാറില്ലേ? നമ്മളുടെ ഗൂഗിൾ പേയിൽ നിന്ന് നമ്മൾ പണം ചെലവാഴി വല്ലാതെ പണം ചെലവാകുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ പേയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്തുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ പണം ചെലവായത്, എവിടെയൊക്കെയാണ് എൻ്റെ പണം നഷ്ടപ്പെട്ടത് എന്നതിനെ പറ്റി ഒരു പുനരാലോചന നമ്മൾ നടത്താറില്ലേ? നമ്മളുടെ വീടുകളിൽ കല്യാണം ഉണ്ടാകുമ്പോൾ ആ കല്യാണ വീട്ടിൽ നമ്മൾ കല്യാണത്തിന് വേണ്ടി ചെലവഴിച്ച ഫണ്ടിനെ പറ്റിയുള്ള കണക്കെടുക്കാറില്ലേ? പക്ഷേ മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടതില്ല. ഉമർ റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന വിചാരണയുടെ നാളിന് മുൻപ് ഒരു സ്വയം വിചാരണക്ക് നിങ്ങൾ സന്നദ്ധമാവുക എന്നത് വല്ലാത്തൊരാശയമാണത്. ഖുർആൻ നമ്മളോട് പറഞ്ഞതും അത് തന്നെയല്ലേ, മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ഒരുക്കി വെച്ചു എന്നതിനെ പറ്റി ആലോചിക്കുവാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. നമ്മളെ കുറിച്ച് തന്നെ, നമ്മളുടെ ചെയ്തികളെ കുറിച്ച് തന്നെ, നമ്മളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ ആലോചിക്കുമ്പോഴാണ്, നമ്മൾ വിലയിരുത്തുമ്പോഴാണ് പുതിയ വർഷത്തിലേക്ക്, പുതിയ ദിവസത്തിലേക്ക്, പുതിയ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ അമലുകളെല്ലാം അള്ളാഹുവിന്റെ പരലോകത്ത് നാളെ വിചാരണ ചെയ്യപ്പെടുന്നതാണ്. യൗമഇദിൻ തുഅറദൂന, അന്നേ ദിവസം നിങ്ങളുടെ അമലുകളെ നാം പ്രദർശിപ്പിക്കുന്നതാണ് എന്ന് ഖുർആൻ നമ്മളോട് പറയാണ്. ഐ തുഅറദൂന അലാ ആലിമി സിർരി വന്നജ്വ, രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്നവൻ, എല്ലാ സ്വകാര്യ സംഭാഷണങ്ങളും അറിയുന്നവൻ, അല്ലദീ ലാ യഖ്ഫാ അലൈഹി ശൈഉം മിൻ ഉമൂരിക്കും, നിങ്ങളുടെ കാര്യങ്ങളിൽ നിന്ന് ഒന്നുമേ മറഞ്ഞു നിൽക്കാത്തവനായ അള്ളാഹു. ആ അള്ളാഹുവാണ് നമ്മളുടെ അമലുകളെ പ്രദർശിപ്പിക്കുകയും അത് വിചാരണ ചെയ്യുകയും ചെയ്യുക എന്നത് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. വിചാരണയുടെ ലോകം വരാനുണ്ട് നമുക്ക്. ആ വിചാരണയുടെ ലോകത്തെ കുറിച്ച് മറന്നു പോകാൻ പാടില്ല. ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹ് ലഹും അദാബുൻ ശദീദുൻ ബിമാ നസൂ യൗമൽ ഹിസാബ്. സൂറത്തു സ്വാദിന്റെ 26-ാമത്തെ വചനമാണ്. ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന ആളുകൾ, ലഹും അദാബുൻ ശദീദുൻ, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ബിമാ നസൂ യൗമൽ ഹിസാബ്, അവര് വിചാരണയുടെ ദിവസത്തെ കുറിച്ച് മറന്നുപോയത് കൊണ്ട് എന്ന് ഖുർആൻ. അവർ വിചാരണയുടെ ദിവസത്തെ കുറിച്ച് മറന്നുപോയി. അവരുടെ കാര്യങ്ങൾ കണക്കെടുക്കുന്ന, അതിനെ കണക്കാക്കുന്ന, തൂക്കിക്കണക്കാക്കുന്ന, അതിന് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട് എന്നതിനെ പറ്റി അവര് മറന്നുപോയത് കാരണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയത് കാരണം അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്നതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളുടെ കേൾവിയും നമ്മളുടെ കാഴ്ചയും എത്രത്തോളം നമ്മളുടെ തൊലികൾ പോലും നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ലോകമുണ്ട് എന്നാണ് സൂറത്തു ഫുസ്സിലത്തിലൂടെ ഖുർആൻ പറയുന്നത്. ഹത്താ ഇദാ മാ ജാഉഹ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അവർ ആ പരലോകത്തെത്തുന്ന സന്ദർഭത്തിൽ, അവർ വിചാരണയുടെ നാളിലെത്തുന്ന സന്ദർഭത്തിൽ അവരുടെ കേൾവിയും അവരുടെ കാഴ്ചയും അവരുടെ തൊലികൾ പോലും അവർക്കെതിരെ സാക്ഷി പറയുന്നതാണ്. നമ്മുടെ തൊലി, നമ്മളുടെ കാത്, നമ്മളുടെ കണ്ണ്, ഇതെല്ലാം നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങളല്ലേ. ആ അവയവങ്ങൾ പോലും നമുക്കെതിരെ സാക്ഷി പറയുന്ന, തിന്മ ചെയ്യുന്ന, തെറ്റു ചെയ്യുന്ന ആളുകൾക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം. ആ ദിവസത്തെ പറ്റി അള്ളാഹു പറയാണ്, വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈന. അവരുടെ തൊലികൾ തന്നെ അവരോട് ചോദിക്കും, ലിമ ശഹിദ്തും അലൈന, എന്തിനാ നമുക്കെതിരെ സാക്ഷി പറഞ്ഞത്? നമുക്കെതിരെ സാക്ഷി പറഞ്ഞത്. തൊലി നമ്മളുടെ ശരീരത്തിൽ ഒരു ഭാഗമല്ലേ. ആ തൊലി നമ്മളുടെ ശരീരത്തിനെതിരെ തന്നെ സാക്ഷി പറയുമ്പോ എന്തിനാ നമുക്കെതിരെ സാക്ഷി പറഞ്ഞത്, ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഖാലു അൻതഖനല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ശൈഇൻ വഹുവ ഖലഖകും അവ്വല മറ. എല്ലാത്തിനെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചു, അവനാണ് നിങ്ങളെ ആദ്യ തവണ സൃഷ്ടിച്ചത്. വ ഇലൈഹി തുർജഊൻ, അവനിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങിപ്പോകുന്നതാണ് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ഖുർആൻ പറയാണ്, വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉകും വഅബ്സാറുകും വലാ ജുലൂദുകും. നിങ്ങളുടെ കേൾവിയിൽ നിന്നും നിങ്ങളുടെ കാഴ്ചയിൽ നിന്നും നിങ്ങളുടെ തൊലികളിൽ നിന്നൊന്നും നിങ്ങൾ ചെയ്യുന്ന തിന്മകളെ നിങ്ങൾ മറച്ചു വെക്കുന്ന ആളുകളായിരുന്നില്ലല്ലോ.
വലാകിൻ വനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. പക്ഷെ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ അധിക കാര്യങ്ങളും അള്ളാഹു മനസ്സിലാക്കുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. ദാലികും വന്നുകും അല്ലദീ വനൻതും ലിഅൻഫുസികും, അത് അല്ലദീ വനൻതും ബിറബ്ബികും, അത് നിങ്ങളുടെ ഊഹം മാത്രമാണ്. നിങ്ങളുടെ റബ്ബിനെ പറ്റി നിങ്ങൾ വിചാരിച്ച ഒരു വെറും വിചാരം അർദാക്കും, അത് നിങ്ങൾക്ക് നാശം വരുത്തിയിരിക്കുന്നു. ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ, അത് നിങ്ങളെ തെറ്റുകാരുടെ കൂട്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അത് തെറ്റുകാരായ തിന്മ ചെയ്യുന്ന ആളുകളോട് പറയുന്നത്. ഇവിടെയാണ് നമ്മളുടെ വിചാരണയുടെ നാളിനെ പറ്റി, നമ്മൾ നാളേക്ക് വേണ്ടി പാരത്രിക ജീവിതത്തിന് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്നതിനെ പറ്റി ഗൗരവത്തോടു കൂടി നാം ആലോചിക്കേണ്ടത്. പുതിയ നാളുകൾ നമുക്ക് അനുകൂലമാകണം, നമ്മളുടെ പരലോകത്തിന് അനുകൂലമാകണം, നമ്മളുടെ നന്മകളാൽ നിറഞ്ഞതായിരിക്കണം, അതുപോലെ തന്നെ നന്മകൾക്ക് പ്രചോദനം നൽകുന്നതായിരിക്കണം. അങ്ങനെയുള്ള ഒരു പുതിയ ദിവസങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.